നമസ്കാരം. ഓരോ ദിനവും പുതിയതാണ്. എല്ലാ ദിവസവും ഒരേപോലെയല്ല. നിങ്ങൾ ചിലപ്പോൾ സ്വയം ആലോചിച്ചാൽ ആ കാര്യം നിങ്ങൾക്ക് ബോധ്യമാവുക തന്നെ ചെയ്യും. പണ്ട് നിങ്ങൾ എങ്ങനെയായിരുന്നു? നിങ്ങളെ കൊണ്ട് ചില കാര്യങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് ചിന്തിച്ചതായ ചില കാര്യങ്ങൾ ഇപ്പോൾ അനായാസം നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടാകാം. അത്തരത്തിൽ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നതായ കാര്യങ്ങൾ ആയിരിക്കില്ല ഇനി മുൻപോട്ടുള്ള ജീവിതത്തിൽ സംഭവിക്കുക. ഇതിന് പ്രധാന കാരണം നിങ്ങൾക്ക് സംരക്ഷണ കവചം തീർത്ത ആ പ്രപഞ്ച ശക്തി തന്നെയാകുന്നു. നിങ്ങൾ ഏത് ശക്തിയെ നിരന്തരം വിശ്വസിക്കുന്നുവോ ആ ശക്തി നിങ്ങളിൽ നിരന്തരമായ മാറ്റങ്ങൾ അതിന് കാരണമാകുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ചില അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കൃത്യസമയത്ത് നൽകും. അത്തരത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായ ചില അനുഗ്രഹങ്ങളെ കുറിച്ച് അറിയാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് സമയമായി എന്ന് കാണുന്നു. ആ അനുകൂലമായ മാറ്റങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. അതേക്കുറിച്ച് അറിയാം. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ നിങ്ങളിലേക്ക് എടുക്കുക. മറ്റു കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. ഏവരും നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയെ ഒരു നിമിഷം ബന്ധിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ നാമം കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ ഓം നമഃ ശിവായ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. പല കാര്യങ്ങളിലും ഇത്രയും നാൾ ഇപ്പോൾ കൃത്യം സമയമല്ല എന്ന് ചിന്തിച്ച് പോന്നിരുന്നതായ വ്യക്തികളാണ് നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളിലുള്ള വിശ്വാസം പലപ്പോഴും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. മറ്റുള്ളവരുടെ വാക്കുകൾ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോയിരുന്നവരാണ് നിങ്ങൾ. ഈ അടുത്ത ദിവസങ്ങളിൽ ഏതോ ഒരു കാര്യം അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് സംഭവിച്ചു. ഒരിക്കലും വിചാരിക്കാത്ത ഏതോ ഒരു കാര്യം ജീവിതത്തിൽ സംഭവിക്കുകയോ പെട്ടെന്ന് നിങ്ങളെ വിഷമിപ്പിച്ചതായ ഒരു മാറ്റം, അത്തരം ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. നിങ്ങളിൽ എന്ത് തന്നെ ചിന്തിച്ചാലും അല്ലെങ്കിൽ ഏതൊരു കാര്യം ചിന്തിച്ചാലും ചെയ്യാൻ സാധിക്കുന്ന ധൈര്യം നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങളിലേക്ക് നൽകുന്നു എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. പല കാര്യങ്ങളും നിങ്ങൾ മാറ്റിവെച്ചതായ സാഹചര്യം അല്ലെങ്കിൽ പിന്തുണ ലഭിക്കാത്തതിനാൽ മോശം കാര്യങ്ങളാൽ തടസ്സം നേരിടുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. അതിനാൽ ചില കാര്യങ്ങൾ നിങ്ങൾ മാറ്റി വച്ചിരിക്കുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. അതായത് മോശം കാര്യങ്ങളാൽ ചില കാര്യങ്ങൾ മാറ്റി വയ്ക്കേണ്ടതായ സാഹചര്യമുണ്ട്. എന്നെ കൊണ്ട് കഴിയുമോ എന്ന ചിന്ത നിങ്ങളെ അലട്ടുന്നതായ സാഹചര്യമുണ്ട്. ആത്മവിശ്വാസക്കുറവ് പ്രകടമാകുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾക്ക് ഇച്ഛാശക്തി ഉണ്ട് എങ്കിൽ ഉറച്ച നിലപാടോടുകൂടി മുന്നോട്ട് വന്നാൽ ആ കാര്യം ചെയ്തു തീർക്കുവാൻ സാധിക്കും എന്നാണ് സന്ദേശം. നിങ്ങൾക്കത് വിജയിക്കുവാൻ സാധിക്കും എന്നും കാണുന്നു. എത്ര വിപരീതമായ സാഹചര്യങ്ങളിലും കാര്യവിജയം അഥവാ കാര്യം വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കും എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു. ഇനി മതി, ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന ചിന്ത നിങ്ങളിലേക്ക് കടന്ന് വന്നിട്ടുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. എന്നിരുന്നാലും ചെറിയ സംശയങ്ങൾ മനസ്സിൽ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ എന്നും കാണുവാനായി സാധിക്കുന്നു. ഇതിൽ മാറ്റം വരുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. ആത്മവിശ്വാസം നിങ്ങളിലേക്ക് വർദ്ധിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിനായി അഥവാ നിങ്ങൾ തന്നെ അതിനായി മുന്നിട്ടിറങ്ങുന്നതായ സാഹചര്യമുണ്ട്, അഥവാ മുന്നിട്ടിറങ്ങേണ്ടതായി വരും. സാഹചര്യം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ സ്വയം അതിനായി തന്നെ പ്രയത്നിച്ചാൽ ഉറപ്പായും പ്രപഞ്ചശക്തി നിങ്ങളോടൊപ്പം നിൽക്കും എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. നിങ്ങളൊരു ഫൈറ്റിന് തയ്യാറാകണം. അതായത് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. അതിലൂടെ നിങ്ങൾക്ക് ഏതൊരു പ്രതിബന്ധത്തെയും തരണം ചെയ്യുവാൻ സാധിക്കും. നിങ്ങൾ നിരന്തരമായി പ്രയത്നിക്കുകയാണ് എങ്കിൽ ആ കാര്യങ്ങളിൽ മികവ് പുലർത്തുവാൻ സാധിക്കും എന്നും കാണുവാനായി സാധിക്കുന്നു.
വിഷമങ്ങൾ പലപ്പോഴും പുറത്ത് പറയാത്തവരാണ് നിങ്ങൾ. എന്നാൽ പ്രപഞ്ചശക്തി, നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി അത് തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ തിരിച്ചറിയുന്നു. നിങ്ങളിൽ നിന്നും അതിനാൽ ദുഃഖങ്ങൾ ഒഴിയുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും എന്നുള്ളതാണ്. ഉള്ളിലെ ദുഃഖങ്ങൾ സ്വയം അഥവാ ഉള്ളിലെ ദുഃഖങ്ങൾ നിങ്ങൾ പലപ്പോഴും പുറത്തു പറയാതെ അലിഞ്ഞില്ലാതാകുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് മുൻപിൽ ഏതൊരു കാര്യവും തീർച്ചയായും നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. എല്ലാ കാര്യത്തിലും മികവ് പുലർത്തുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. മടി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു പരിധി വരെ ഒഴിഞ്ഞു പോകാം. ശ്രദ്ധയില്ലാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. ആത്മവിശ്വാസക്കുറവുണ്ട്. ഇവയെല്ലാം മാറി ചുറുചുറുക്കോടെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നതായ അന്തരീക്ഷം നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. പുതിയൊരു പ്രതീക്ഷ നിങ്ങളിൽ നിറയുന്നതായ ഒരു സാഹചര്യം ഉണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. ഉള്ളിലെ ദുഃഖങ്ങൾ അത് നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും പുതിയ തുടക്കങ്ങൾ കുറിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാകാം. ഇന്നലെ വരെ ആവശ്യമില്ലാത്ത ചിന്തകൾ നിങ്ങളെ നിരാശപ്പെടുത്തി എന്നത് വാസ്തവമാണ്. എന്നാൽ ഇന്നു മുതൽ അത്തരം ചിന്തകൾ നിങ്ങളിൽ നിന്നും ഒരു പരിധിവരെ കുറയുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾക്ക് പലവിധ പ്രാർത്ഥനകളുണ്ട്. മനസ്സിൽ നിരവധിയാർന്ന പ്രാർത്ഥനകളുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള നെഗറ്റീവായ ഊർജങ്ങൾ പല പ്രാർത്ഥനകളും വിഫലമാക്കി കളഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ അതിൽ മാറ്റങ്ങൾ സംഭവിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുന്നത് എന്ന് കാണുവാനായി സാധിക്കുന്നു. പോസിറ്റീവായ എനർജി വന്ന് ചേരുന്നതായ ഒരു സാഹചര്യം നിങ്ങളിലുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയമായി മാറും എന്നും കാണുവാനായി സാധിക്കുന്നു. അനാവശ്യമായ ചിന്തകൾ വിട്ടുകളഞ്ഞ് മനസ്സിനെ ശാന്തമായി നിങ്ങൾ വയ്ക്കണം എന്നും കാണുവാനായി സാധിക്കുന്നു. നിശബ്ദത, ഏകാന്തതയുടെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാകുന്ന സാഹചര്യമാണ് ഉള്ളത്. കാരണം നിങ്ങൾ അങ്ങനെ ഒറ്റപ്പെട്ടു പോയതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. ഏകാന്തത നിങ്ങൾ അനുഭവിക്കുന്നതായ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട്. എപ്രകാരം പുറത്തേക്ക് കടക്കുവാൻ സാധിക്കും എന്ന ചിന്ത നിങ്ങളിലുണ്ട്. പ്രാർത്ഥന വേണം. നിരന്തരമായി നിങ്ങൾ പ്രാർത്ഥിക്കുക. ധ്യാനം വേണം. അതിലൂടെ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയിൽ അടിയുറച്ച് ആ ദേവതയെ പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. മനസ്സിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് കഴിയും. അവസരങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങൾക്ക് നൽകുന്നതായ അവസരങ്ങൾ, അതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. മറ്റുള്ളവരെ വെച്ച് നാം ഒരിക്കലും നമ്മളെ താരതമ്യം ചെയ്യുവാൻ പാടുള്ളതല്ല. അവരുടെ ഉള്ളിലെ വേദന അവർക്ക് മാത്രമേ അറിയൂ എന്നുള്ളതാണ് വാസ്തവം. നാം ചിലപ്പോൾ അവരുടെ നല്ല വശങ്ങൾ മാത്രമായിരിക്കും കാണുക. സ്വന്തം കഴിവിനെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. അത് നിങ്ങളെ ഒരിക്കലും ചതിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. നിങ്ങളുടെ കഴിവിനെ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക. അത്തരത്തിലൊരു സന്ദേശമാണ് നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്ക് നൽകുന്നത്. ഒരുപാട് ചിന്തിക്കാതെ കൃത്യമായ കാര്യങ്ങൾ കണ്ടെത്തി പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങളിലേക്ക്, ആ കഴിവുകൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്ന് തന്നെ കാണുവാൻ സാധിക്കുന്നു. വികലമായി ചിന്തിക്കാതെ ശരിയായി ചിന്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. പാസ്റ്റ് ലൈഫിലെ ചില കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾ ഓർക്കുന്നു എന്നതാണ് വാസ്തവം. അതിൽ വിഷമങ്ങൾ നിങ്ങൾക്കുണ്ട്, പ്രയാസങ്ങൾ വളരെയധികമുണ്ട്. എന്നാൽ അതിൽ നിന്നും നിങ്ങൾക്ക് മുക്തരാകുവാൻ സമയമായി എന്നും നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി
നിങ്ങൾക്ക് സന്ദേശമായി നൽകുന്നു. മറ്റുള്ളവരെ ഓർത്ത് അവരിൽ നിന്നും സന്തോഷം കണ്ടെത്തുവാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കേണ്ടതായിട്ടില്ല. സ്വന്തം സന്തോഷം സ്വയം കണ്ടെത്തുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ നിങ്ങൾ അമിതമായി വിശ്വസിക്കാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. സ്നേഹിക്കരുത്. അതായത് മറ്റുള്ളവരെ അമിതമായി വിശ്വസിച്ച് അവർ പറയുന്നതായ കാര്യങ്ങൾ മാത്രം നിങ്ങൾ പ്രവർത്തിക്കാതെ സ്വയം നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾ തന്നെ ചിന്തിച്ച് പല കാര്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തേണ്ടതും അനിവാര്യമാണ്. നിങ്ങളെ മുതലെടുക്കുവാൻ ഇനി നിങ്ങൾ സമ്മതിക്കാൻ പാടുള്ളതല്ല. അതായത് സ്വയം ചിന്തിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. കഴിവുള്ളവരാണ് നിങ്ങൾ. അത് നിങ്ങൾ മനസ്സിലാക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക എന്നുള്ളതാണ്. കഠിനാധ്വാനം കൊണ്ട് നിങ്ങൾക്ക് വിജയങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും എന്ന് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശം. പഴയ കാര്യങ്ങൾ ഒരുപാടുണ്ട്. വിഷമിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലുണ്ട്. ആ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിച്ച് വിഷമിച്ചതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു വിധത്തിലും ഗുണകരമല്ല, പ്രയോജനമില്ല എന്നുള്ളതാണ്. അതിനാൽ നിങ്ങൾ അതെല്ലാം മറക്കേണ്ടതായ സാഹചര്യമാണ് ഉള്ളത്. അതെല്ലാം ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക. മുന്നോട്ട് തന്നെ നിങ്ങൾ കാൽ വെക്കണം. മുന്നോട്ട് തന്നെ കാൽ വെച്ച് ആത്മവിശ്വാസത്തോടെ മുന്നേറണം. നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന വ്യക്തമായ സന്ദേശമാണ് ലഭിച്ചിട്ടുള്ളത്. നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങൾക്കൊപ്പം നിൽക്കുകയും ചെയ്യും.